മഞ്ഞുമ്മൽ ബോയ്സ് ഗുണ ഗുഹയിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുക്കപ്പെട്ട ഒരു സിനിമ. കഴിഞ്ഞ വർഷം റിലീസായ ജൂഡ് ആൻ്റണിയുടെ 2018 യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി എടുക്കപ്പെട്ട വളരെ നല്ലൊരു സിനിമ. പുതുതായിട്ടുള്ള സിനിമാ ടെക്നീഷ്യന്മാരും നടന്മാരും നടികളും ടെക്നോളജിയും ഒരുമിച്ച് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ മനോഹരമായ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമ ഈയിടെ ഞാൻ കാണാനിടയായി. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. 1992 റിലീസ് ചെയ്യപ്പെട്ട ഗുണ എന്ന് പറയുന്ന കമലഹാസൻ്റെ സിനിമ ഒരുപാട് വ്യത്യസ്തതകളുള്ള വളരെ നല്ല ഒരു സിനിമയാണ്. അതിൽ കമലഹാസൻ നായികയെ കടത്തിക്കൊണ്ടുപോയി ഒരു ഗുഹയിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ്. ആ പടത്തിൻ്റെ ചിത്രീകരണത്തിന് ശേഷം അത് ഗുണാഗുഹ എന്നറിയപ്പെട്ട് അവിടെ ആ കുഴിയിൽ വീണ് 13ഓളം പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗുഹ വാസ്തവത്തിൽ കൊടൈക്കനാലിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെയുള്ള ഡെവിൾസ് കിച്ചൻ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയിലാണ് ചിത്രീകരിക്കപ്പെട്ടത്. അത് 1821 ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച ആ പേര് നൽകിയ ഒരു ഗുഹയാണ്. അപകടം പിടിച്ച ഒരു ഗുഹയാണ്. പിറ്റ് കേവ്സ് എന്ന് പറയുന്ന അടിയിലൂടെ ഒരുപാട് ആഴമുള്ള ഒരു ഗുഹയാണ്. അപ്പോൾ അവിടെ 2006 നടന്ന യഥാർത്ഥ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ചിദംബരം ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. സൗബിൻ, ശ്രീനാഥ്, ഗണപതി, ബാലു വർഗീസ്, ദീപക് ഇവരൊക്കെ അഭിനയിച്ച വളരെ മനോഹരമായ ഒരു സിനിമ. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എറണാകുളത്തിൻ്റെ അടുത്തുള്ള മഞ്ഞുമ്മൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ക്ലബിലുള്ള 11 സുഹൃത്തുക്കൾ അവർ കൊടൈക്കനാലിലേക്ക് ഒരു ടൂർ പോവുകയാണ്. കൊടൈക്കനാൽ പഴനി വഴി ചെന്ന് കൊടൈക്കനാലിലെത്തി അവിടെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അവർ ഗുണ ഗുഹയ്ക്ക് ചെല്ലുകയാണ്. അവിടെ പ്രൊഹിബിറ്റഡ് ഏരിയയാണ്, താഴെ ഒന്നും ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. പക്ഷേ ഇവരവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ കുറച്ച് പേര് നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ ഇവരും താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. വാസ്തവത്തിൽ താഴെ ഉള്ള ഗുഹകൾ വാസ്തവത്തിൽ പിറ്റ് കേവ്സ് എന്ന് അറിയപ്പെടുന്ന ഗുഹകളാണ്. 2 പില്ലർ പോലെ നിൽക്കുന്ന പാറകൾ ചേർന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കല്ലുകൾ, അതിൻ്റെ ഇടയ്ക്ക് വിടവുകളുണ്ട്. ആ പിറ്റ് കേവ്സ് എന്നറിയപ്പെടുന്ന അവിടെ സാധാരണ ഫോറസ്റ്റ് ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ പലരും പോകലുണ്ട്. അങ്ങനെ ഇവർ അവിടെ എത്തുകയാണ്. തൊട്ടടുത്തുള്ള സൂസൈഡ് പോയിന്റിൻ്റെ ആഴം 5000 അടി എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ ഗുഹയിലുള്ള ഈ പിറ്റ് കേവ്സിൻ്റെ ആഴം എത്രയാണെന്ന് ഇതുവരെയും കണക്കാക്കിയിട്ടേ ഇല്ല. ഒരുപാട് പേര് വീണ് മരിച്ചിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്തുന്നത് പോയിട്ട് ആ ഡെഡ് ബോഡി പോലും ഇതുവരെയും എടുക്കാൻ സാധിച്ചിട്ടില്ല. 1821 തൊട്ട് പലരും മരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു പേര് ഡെവിൾസ് കിച്ചൻ എന്നിട്ടത്, ചെകുത്താൻ്റെ അടുക്കള. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത പാവം ഒരു 11 ചെറുപ്പക്കാർ ആ ഗുഹയ്ക്കുള്ളിൽ വരിയായിട്ടിങ്ങനെ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ 5ാമതായിട്ട് നടന്നു പോകുന്ന അഭിലാഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഇലകളാൽ മൂടപ്പെട്ട ആ ഒരു ഗുഹയുടെ ആ വായിലൂടെ തെന്നി ഉള്ളിലേക്ക് അങ്ങ് വീഴുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ സംഭവം കണ്ടിട്ട് എല്ലാവരും അതിശയിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആകപ്പാടെ ഷോക്കഡായി അങ്ങനെ ഇരിക്കുകയാണ്. ആ ഗുഹയിലുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ നിന്ന് വിളിച്ച് അവനെ അഭിലാഷിൽ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ വളരെ വൈകാതെ അതിൽ നിന്ന് ഒരുപാട് വവ്വാലുകൾ പറന്ന് വന്നപ്പോഴത്തേക്ക് അവർ പേടിച്ചു പോയി. ഉള്ളിൽ നോക്കുമ്പോൾ ഇരുട്ട്, ഒന്നും കാണുന്നുമില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് പേര് ഓടിപ്പോയിട്ട് സഹായത്തിന് ആൾക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ പോലീസുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരും ഫയർ സ്റ്റേഷൻ്റെ ആൾക്കാരും അടുത്തുള്ള കട നടത്തുന്ന 1-2 പേരും ഒരു ടൂറിസ്റ്റ് ഗൈഡും അടുത്ത് ഫോട്ടോസൊക്കെ ടൂറിസ്റ്റുകളുടെ എടുക്കുന്ന ഒരാളും ഒക്കെ വന്ന് ഒരു കയറൊക്കെ കെട്ടി ഉള്ളിലേക്ക് ഇറക്കി ഇവൻ്റെ പേര് പറഞ്ഞ് അതിൽ പിടിച്ച് കയറാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ശബ്ദം കേട്ടപ്പോഴത്തേക്കും കയറി വരാൻ സാധിക്കില്ല. അപ്പോൾ ഒരാൾ അതിലൂടെ ഇറങ്ങണം എന്നായി.
അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഇല്ലെന്ന നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും ഇറങ്ങാതായപ്പോഴത്തേക്കും ഈ കൂട്ടത്തിലുള്ള ഷിജു ഡേവിഡ് എന്ന് പറയുന്ന കുട്ടൻ ഇറങ്ങാൻ തയ്യാറാകുകയാണ്. കയറിൽ തൂങ്ങിയിറങ്ങിയ കുട്ടൻ തൻ്റെ ജീവൻ പണയപ്പെടുത്തി എങ്ങനെയോ ശരീരത്തിൽ അഭിലാഷിനെ ചേർത്ത് കെട്ടി വെളിയിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. മുകളിലേക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചികിത്സിച്ച ഡോക്ടറുടെ സഹായത്തോടു കൂടി പിറ്റേ ദിവസം തന്നെ ഇവർ അഭിലാഷിനെയും കൊണ്ട് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ എറണാകുളത്ത് വീട്ടിൽ ചെന്നിട്ട് ഇവരാരും പറയുന്നില്ല ഈ നടന്ന സംഭവം, എവിടെയോ തെന്നി വീണു എന്നുള്ള രീതിയിൽ പറയുകയാണ്. പക്ഷേ വൈകാതെ തമിഴ്നാട്ടിലുള്ള ചാനലുകളിലും ന്യൂസ് പേപ്പറിലും ഒക്കെ ഈ ന്യൂസൊക്കെ വന്നതുകൊണ്ട് ഒരാൾ ഇതറിയുകയും എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സകലരും ഇത് അറിയുന്നു. കേരള മുഖ്യമന്ത്രി ഇതിന് ഒരു നല്ല പ്രൈസ് കൊടുക്കുന്നുണ്ട് കുട്ടന്. അതുപോലെ തന്നെ ജനാധിപതിയുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു അവാർഡ് പോലും കുട്ടന് കിട്ടുന്നുണ്ട്. 18 വർഷങ്ങൾക്ക് ശേഷം ഇത് സിനിമയാകുമ്പോൾ അതിനു വേണ്ടിയിട്ട് എഴുതിയ സ്ക്രിപ്റ്റ്, അതിലഭിനയിച്ച ആൾക്കാർ, ക്യാമറ, മ്യൂസിക്, സെറ്റിങ്സ് എന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തവരും ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഷിജു ഖാലിദിൻ്റെ ക്യാമറ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ഉഗ്രൻ. അതുപോലെ വിവേക് ഹരിഹരൻ്റെ എഡിറ്റിങ്ങും വളരെ ആപ്റ്റാണ്. പ്രൊഡക്ഷൻ ഡിസൈനറായ അജയൻ ചാലിശ്ശേരി പെരുമ്പാവൂരിൻ്റെ അടുത്തുള്ള ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ഗോഡൗൺ ഗുണഗുഹയാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഉള്ളിലേക്ക് പോകാനുള്ള വഴിയും ക്യാമറ വെച്ച് ചിത്രീകരിക്കാനുള്ള സൗകര്യമുള്ള 50 അടി കുഴി 3 എടുത്തിട്ടുണ്ട്. കണ്ടാൽ ഗുണഗുഹ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എല്ലാ വിധത്തിലും ഈ സിനിമയെ വളരെ മനോഹരമായ ഒരു സിനിമയാക്കി തീർത്തിട്ടുണ്ട്. കാസ്റ്റിംഗ് എടുത്തു പറയേണ്ട ഒന്നാണ്. അത് പ്രത്യേകിച്ച് ആ തമിഴ് കടക്കനാലിൽ ആ പോലീസ് സ്റ്റേഷനും ആ ഗൈഡും ആ ഫോട്ടോഗ്രാഫറും ഒക്കെ നല്ല രീതിയിൽ അവരുടെ ഡയലോഗ് ഡെലിവറിയും അഭിനയമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. കേരളത്തിൽ സിനിമ ക്ലിക്കായിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിലുള്ള മിനിസ്റ്ററൊക്കെ ഇവരെയൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിനെ, യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ ഒരുപാട് TV ചാനലുകാരൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതിനും നല്ല രീതിയിലുള്ള ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അഭിലാഷിന് കിട്ടിയതുപോലെ നല്ല സുഹൃത്തുക്കൾ കിട്ടിയിരുന്നെങ്കിൽ അതിനു മുമ്പ് അവിടെ വീണ് മരിച്ച പലരും രക്ഷപ്പെടുമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. മാത്രമല്ല അഭിലാഷ് വീണത് അവിടുന്ന് ഒരു 300 അടി ആഴത്തിലുള്ള കുറച്ച് മുമ്പിലോട്ട് ഉന്തി നിൽക്കുന്ന ഒരു പാറയിലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കുട്ടന് അയാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അതിലൂടെ ഊർന്ന് പിന്നെയും താഴെ പോയിരുന്നാൽ രക്ഷപ്പെടില്ലായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം ശ്വാസം അടക്കി പിടിച്ച് നമ്മൾ പടം കഴിയുന്നവരെ നോക്കിയിരിക്കത്തക്ക രീതിയിൽ ഈ സിനിമ രൂപപ്പെടുത്തിയ ചിദംബരത്തിനും അതിൽ അഭിനയിക്കാതെ ജീവിച്ച നടന്മാർക്കും നല്ലൊരു കയ്യടി കൊടുക്കാം.